രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ വലിയ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ. ആ മുന്നണി രൂപീകരിക്കുമ്പോൾ നമുക്ക് നല്ല ബോധ്യമുണ്ട് സി പി ഐക്ക് അത് ഒഴിയേണ്ടി വരും. പക്ഷെ ആ ലാഭനഷ്ടം നോക്കിയല്ല സി പി ഐ അന്ന് ഒരു രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടാണ് ഇന്ന് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം നിലനിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് പല കക്ഷികൾ വരും, അത് വിപുലീകരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് എടുത്ത് രാജ്യത്തെ യോജിപ്പിക്കാൻ കഴിയുന്ന മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസങ്ങളെ കൂട്ടിയോജിച്ച് മുന്നോട്ട് പോകും. ആ അടിസ്ഥാനത്തിൽ ഈ മുന്നണിയിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസും സി പി എമ്മും ഈ മുന്നണിക്കകത്തുള്ള എല്ലാ കക്ഷികളും കൂടെ ചേരുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഓരോ കക്ഷികളുടെയും ബലത്തെ കുറിച്ച് പരിശോധിച്ച് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ മുന്നണിക്കകത്തോ പാർട്ടിക്കകത്തോ ഇന്റേണലായിട്ട് നടക്കുന്ന ചർച്ചകളാണ്. അതിനകത്ത് അങ്ങനെ ഒരു ചർച്ച നടത്തി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇത് പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലം, അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലം, അതിനകത്ത് ഘടകകക്ഷികളെല്ലാം കൂട്ടായി പോകേണ്ട കാര്യങ്ങൾ. അതൊന്നും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല. ഘടകകക്ഷി വരുമ്പോൾ 100 സീറ്റ് ഉണ്ടെങ്കിൽ ആ ഘടകകക്ഷിക്ക് കുറച്ച് സീറ്റ് കൊടുക്കേണ്ടി വരും. ആ ഒരു നഷ്ടം സി പി ഐക്ക് ഉണ്ടായി, മറ്റു കക്ഷികൾക്കും ഉണ്ടായി. അതിനപ്പുറം ഒരു നഷ്ടം സി പി ഐക്ക് ഉണ്ടായതായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. ഒരു വ്യാപകമായിട്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ജില്ലയിൽ വലിയ യോജിപ്പോടു കൂടിയാണ് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐ സി പി എം ഒരാളതിനകത്ത് പ്രധാനമായിട്ടും നയിച്ചു മുന്നോട്ട് പോകും. അങ്ങനെ ഒരു വിഷയം നമുക്ക് ഈ സമീപ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ പ്രസിഡൻഷിപ്പ് ഉൾപ്പെടെയുള്ള വിഭജനം, അതെല്ലാം ഓരോ ഘട്ടത്തിനും സമയത്താണ്. ഇപ്പൊ ഏറ്റവും അവസാനമാണ് സി പി ഐക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടുന്നത്, വൈക്കത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടുന്നു. അതെല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അഗ്രിമെന്റുകളും എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ പാർട്ടി ആയതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് നടക്കാൻ ബാധ്യതയില്ലാത്ത നിലപാടൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ സഹകരണ ബാങ്കിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അങ്ങനൊരു അതൊരു ആക്ഷേപം, ഒരു അങ്ങനെ ഒരു കാര്യമായ ഒരു യാഥാർത്ഥ്യമുള്ളതല്ല. നേരത്തെ സൂചിപ്പിച്ചിട്ടു, മുന്നണിയിലേക്ക് ഒരു ഘടകകക്ഷികൾ വരുമ്പോൾ കുറെ സീറ്റുകൾ കൈവശമുള്ള കക്ഷികൾ കൊടുക്കേണ്ടി വരും. സി പി എമ്മുടെ ഞങ്ങളുടെ കഴിഞ്ഞ തവണ സിറ്റിംഗ് സീറ്റ് ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റ് അവര് മത്സരിച്ച് ജയിച്ച സീറ്റ് തന്നെ ചിലത് കൊടുക്കേണ്ടി വന്നു അല്ലേ. അപ്പോൾ അവർക്ക് പത്തനംതിട്ടയില് റാന്നി സീറ്റ് അവരുടെ MLA ആയ സ്ഥലം അവർ കൊടുക്കേണ്ടി വന്നു. അത് സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയിലേക്ക് കക്ഷികൾ വരുമ്പോൾ മറ്റ് നിലവിലുള്ള കക്ഷികളുടെ സീറ്റിൽ എണ്ണത്തിൽ കുറയും. ഇവിടെ കഴിഞ്ഞ തവണ കൊടുത്തുകൊണ്ട് ഇപ്പൊ തവണ വേണം. വരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാകാവുന്ന ചർച്ചകളാണ്. അതൊന്നും മുൻകൂട്ടി നമുക്ക് ഇപ്പോഴേ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനമല്ല. പാർട്ടി സ്റ്റേറ്റ് എടുക്കാനൊക്കെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്.